മഴ പെയ്താൽ വെള്ളക്കെട്ടിന് നടുവിലാണ് കോട്ടയം ചങ്ങനാശ്ശേരി പായിപ്പാട് പഞ്ചായത്തിലെ കാവിലക്കരയിലെ 30ഓളം കുടുംബങ്ങൾ. വാഹനം വരാൻ റോഡ് കൂടി ഇല്ലാത്തതിനാൽ വലിയ ദുരിതമാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ വള്ളമാണ് ആകെയുള്ള ആശ്രയം. ഓട്ടിസം ബാധിച്ച കുട്ടിയും പ്രായം ചെന്ന അസുഖബാധിതരുമൊക്കെ ഉണ്ടായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. അഖിൽ കെയുടെ റിപ്പോർട്ട്. പായിപ്പാട് പഞ്ചായത്തിലെ പൂവം പ്രദേശം ഉൾപ്പെടുന്ന കാവാലിക്കര എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളിവിടെ. ഇവിടെ 30ഓളം കുടുംബങ്ങളുണ്ട്. അവർ ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ദുരിതമാണ് അവർക്കുള്ളത്. കാരണം ഈ വെള്ളക്കെട്ടിന് നടുവിലാണ് പിന്നീട് ഒരു ജീവിതം. കാരണം ഒരു വണ്ടി വരാൻ പോലും അല്ലെങ്കിൽ നടന്നു വരാൻ പോലും കഴിയുന്ന വഴിയില്ല എന്നുള്ളതാണ്. നമ്മളിവിടേക്ക് വള്ളത്തിൽ കയറിയാണ് ഇങ്ങോട്ടേക്ക് എത്തി. എത്രത്തോളം വലിയ ദുരിതമാണ് എന്നുള്ളതാണ്. ഈ മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരാനൊന്നും കഴിയാത്തൊരു സാഹചര്യം. ഇവിടെ വഴിയില്ല. നമുക്ക് 1 ലക്ഷം രൂപ 1 കോടി രൂപ അനുഭവിച്ചെന്നും പറഞ്ഞാൽ ആദ്യം 50 ലക്ഷം രൂപ അനുഭവിച്ചു. അത് കഴിഞ്ഞ് 1 കോടി രൂപയ്ക്കാന്ന് പറഞ്ഞ് ബണ്ട് കെട്ടി. ആ ബണ്ടിൻ്റെ അത് പാമ്പും എല്ലാം കയറിയിരിക്കുക. ഇത്രയും വെള്ളം മുങ്ങി ഭയങ്കര ഒഴുക്കുമായിട്ട് നിൽക്കുകയാണ്. മെമ്പർ പോലും വരുന്നില്ല, MLA വരുന്നില്ല, ആരും വരുന്നില്ല. വിളിച്ചു ചോദിക്കുമ്പോൾ റെഡിയാക്കാന്ന് പറഞ്ഞു. ഇത്രയും കുടുംബങ്ങളുണ്ട്. അതിനകത്ത് വിദ്യാർത്ഥികളുണ്ട്, രോഗികളായിട്ടുള്ളവരുണ്ട്, പ്രായമായവരുണ്ട്. നമുക്കിവിടെ ജീവിക്കുന്നത് 6 മാസം കരയിലാണെങ്കിൽ 6 മാസം നമ്മൾ വെള്ളത്തിലാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ജീവിതം. ഇവിടുന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കൂലിപ്പണി ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടപടിയുള്ള കാര്യമല്ല. അതെന്താ ലാഭസായെന്ന് ചോദിച്ചപ്പം MLA ഞങ്ങളോട് ചോദിക്കുന്നത് അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് ലാഭസായത്. അത് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഞങ്ങൾക്കറിയത്തില്ല. ഇപ്പോഴും അറിയില്ല. ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യം. ഞങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ പുറകെ നടക്കണമായിരുന്നോ, അവരുടെ കാല് പിടിക്കണമായിരുന്നോ എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. അത് ലാഭസായി പോയെന്ന് പറഞ്ഞു. പക്ഷേ നിയമപ്രകാരം ഇത് കളക്ടറേറ്റ് ഒരു വിവരാശം വഴി അന്വേഷിച്ചപ്പോൾ ഇത് ലാഭസായിട്ടില്ലെന്നും ഇപ്പോഴും ഈ ഫണ്ടുണ്ട്, നിലവിലുണ്ടെന്നുമാണ് പറയപ്പെടുന്നതും അറിയപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ മുൻപോട്ട് ഒരു കാര്യങ്ങൾ ഇതിന് പ്രകാരം പഞ്ചായത്തോ MLAയോ അതിന് വേണ്ടപ്പോൾ അധികാരമോ ചെയ്യുന്നില്ല. ഇത് മഴക്കാലം തുടങ്ങിയ ക്യാമ്പിൽ കഴിയേണ്ട സാഹചര്യം, മൊത്തം ക്യാമ്പിൽ കഴിയേണ്ട സാഹചര്യം. ക്യാമ്പിൽ പോകേണ്ട അവസ്ഥയാണ് ഇപ്പം വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ക്യാമ്പ് തുറന്നിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾ ഇവിടെ അറിഞ്ഞിട്ടില്ല. എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാണുന്നത് പോലെ നടിക്കുകയാണോ അത് കണ്ടില്ല എന്ന് വെക്കുകയാണോ എന്ന് അറിയത്തില്ല നമുക്ക്. അതായത് AC റോഡിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് വരുമ്പോഴാണ് വളരെ കൃത്യമായ ഒരു വാഹനം, ഒരു ബൈക്കൊക്കെ കടന്നു വരുന്നതാണ്. പക്ഷേ ആ ബൈക്ക് വരുന്ന വഴി പോലും കുറച്ച് അപ്പുറത്തെത്തുമ്പോൾ അവസാനിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇങ്ങോട്ട് ഇതിലേക്ക് മുഴുവൻ ചുറ്റും വെള്ളം മൂടപ്പെട്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒരു തുരുത്തുണ്ട്. അവിടെ ഏകദേശം ഒരു 30ഓളം വീടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടേക്കൊക്കെ തന്നെ ഈ വള്ളമാണ് പിന്നീടുള്ള ആശ്രയം. അവർക്ക് ഗതാഗതത്തിനും മറ്റു മാർഗ്ഗത്തിനും ഒക്കെ ആയിട്ട് എന്തെങ്കിലും അസുഖം വന്നാൽ പോലും ഇതുവഴി പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ വേണ്ട കൃത്യമായ ഇടപെടൽ അധികാര ഭാഗത്തും ഉണ്ടാവണം എന്നൊരു ആവശ്യം തന്നെയാണ് അവർക്ക് മുന്നോട്ട് വെക്കാനുമുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം.